ആയുർവേദത്തിന്റെ മഹത്വവും പ്രാധാന്യവും വിളിച്ചോതി ആയുർവേദ ദ ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് ഡോക്യുമെന്ററി. ആയുർവേദത്തിനെതിരായ ദുഷ്പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നടന്ന ഡോക്യുമെന്ററിയുടെ സംസ്ഥാനതല പ്രദർശന ഉദ്ഘാടനം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. When I came here 1 week ago, I had lots of problems with pain and I was totally sleepless. I only slept 1 hour per night and had an enormous tremor. And after this week, I'm already a big step better. The sleep increased, the pain went a little bit down, and I had a lot of treatments here. The Panchakarma, Ayurveda, we also learn here the right. ആഗോളതലത്തിൽ ആയുർവേദം നേരിടുന്ന പ്രശസ്തിയും പ്രചാരണവും മഹത്വവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ആയുർവേദ ദ ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് ഡോക്യുമെന്ററി അണിയിച്ചൊരുക്കിയത്. മെഡിമിക്സ് ഗ്രൂപ്പ് MD ഡോക്ടർ AV അനൂപിന്റെ നേതൃത്വത്തിലാണ് 58 ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ദൃശ്യാവിഷ്കാരം തയ്യാറാക്കിയത്. എപ്പോഴും കേരളത്തിലെ ആയുർവേദ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ആയുർവേദത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, ആയുർവേദത്തിലുള്ള വിശ്വാസക്കുറവ്, അതുപോലെ വിദേശ മാർക്കറ്റിൽ ആയുർവേദത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ. അങ്ങനെ നമ്മൾ ദൂരീകരിക്കേണ്ട പല കാര്യങ്ങളും ഈ ഡോക്യുമെൻ്ററിയിലൂടെ തെളിയിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് വിജയിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നത്. വിനോദ് മങ്കരയാണ് സംവിധാനം. ആയുർവേദത്തെക്കുറിച്ചുള്ള വ്യാപകമായ ഗവേഷണങ്ങൾ, വിദഗ്ധരുമായി നടത്തിയ സംവാദങ്ങൾ എന്നിവയെല്ലാം ഡോക്യുമെന്ററിയുടെ ഭാഗമാണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഡോക്യുമെന്ററിയുടെ സംസ്ഥാനതല പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. ആയുർവേദ രംഗത്ത് വളരെ വലിയ ഒരു ഗവേഷണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശ്രീ അനൂപ്, ശ്രീ വിനോദ് മങ്കരയും അവർ വേറെ ടീമുമായി ചേർന്നായിരിക്കണം ഈ 52 രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നത്. 52 ആളുകളെ കണ്ട് ഇത്ര ഒരു സമഗ്രമായിട്ടുള്ള ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുള്ളത്. ഡോക്യുമെൻ്ററി തയ്യാറാക്കുമ്പോൾ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകത കൊണ്ടത് വളരെ നന്നായി കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ആയിരിക്കും തയ്യാറാക്കിയിരിക്കുന്നത്. പത്മശ്രീ ഡോക്ടർ A. മാർത്താണ്ഡപിള്ള, ഡോക്ടർ K.S. വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ജനം, തിരുവനന്തപുരം.